സന്നിധാനത്ത് ഇന്ന് ഇതുവരെ 65,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നലെ വരെ ദർശനം നടത്തിയത് 6 ലക്ഷത്തിൽ അധികം പേരാണ്. ശരംകുത്തി മുതൽ കാനനപാതയിൽ ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭക്തരുടെ ദർശനത്തെ അത് ബാധിക്കുന്നില്ല. സന്നിധാനത്ത് ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നല്പം തിരക്ക് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നടപ്പന്തലിന് തൊട്ടടുത്ത് വരെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷം 18-ാം പടി കയറി സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തിരക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കാനനപാതയിൽ വലിയ തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഭക്തർ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് ഒരു പക്ഷേ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ പമ്പയിലെയും സന്നിധാനത്തെയും നിലവിലെ സ്ഥിതി അല്ലെങ്കിൽ സ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു ക്രമീകരണം ഉണ്ടാവുക. 5000 എന്നത് വർദ്ധിപ്പിച്ച് ഈ രണ്ട് ഇടങ്ങളിൽ, അതായത് പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് മാനിച്ചുകൊണ്ട് അതിൽ ക്രമീകരണം വരുത്താനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഇന്നലെ 5000 എന്നുള്ളത് 11,000-ൽ കൂടുതലായിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് തന്നെയാണ്. ഇന്നും അത്തരത്തിൽ ഏകദേശം ഉച്ചവരെ 60,000-ൽ പരം ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ഭക്തരുടെ പ്രവാഹമാണ് സന്നിധാനത്തേക്കുള്ളത്. എന്തായാലും മറ്റു കാര്യങ്ങൾ, അതായത് ഈ തിരക്ക്, ചെറിയ തിരക്ക്, വലിയ നടപ്പന്തലിലെ ചെറിയ തിരക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവിട്ട് പെയ്യുന്ന മഴ ഒരു ചെറിയ ആശങ്ക പരത്തുന്നുണ്ടെങ്കിലും ഭക്തരുടെ ദർശനത്തിന് ഇത് ബാധിക്കുന്നില്ല എന്നുള്ളത് ഭക്തർ തന്നെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും തിരക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്പനേരത്തെ തിരക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള ദർശനം ഭക്തർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.